സത്യമാണല്ലോ. നിധി, എന്റെ ആധാർ കാർഡ് എനിക്ക് കിട്ടി. അതിന്റെ നമ്പർ ഞാൻ അയക്കുന്നുണ്ട്. അത് വെച്ച് നിനക്ക് ആധാർ കാർഡ് എടുക്കാൻ കഴിയുമെങ്കിൽ എടുത്തേക്ക് കേട്ടോ. എന്നാ ശരി. സുധീഷ് പൊടിയുണ്ട്, ചവിട്ടല്ലേ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിധി വരുന്നതിന് മുമ്പ് ചെയ്തു വെക്കാന്ന് കരുതി. നിധിക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ. നിധി എന്താ പറയാമെന്ന്? എന്റെ ആധാർ കാർഡിന്റെ നമ്പർ ഏട്ടത്തെ അയച്ചു തന്നു. എന്ത് ആധാർ നമ്പർ? ശരിക്കും? അതെ, ഇനി അത് വെച്ച് ആധാർ എടുക്കാം. എന്റെ ഒന്നുമില്ല. നല്ല സന്തോഷമുള്ള വാർത്തയാണല്ലോ. നോക്കട്ടെ നോട്ടെ. സോറി, എവിടെ പോയി? നോട്ടെ, ഇത് തന്നെയാണല്ലോ അല്ലേ? എന്താ സംശയം? നാശം പിടിക്കാൻ അവസാനം അത് കിട്ടിയല്ലേ. ഞാൻ പോയി ഇത് കൊടുത്ത് ആധാർ കാർഡ് എടുക്കാൻ പറ്റും നോക്കട്ടെ. ഇപ്പോഴോ? അതെ. എന്തിനാ ഇത്ര തിരക്ക്? ഇതിനു വേണ്ടിയല്ലേ ഇത്രയും കാലം കാത്തിരുന്നത്. ഞാൻ കൈയോടെ പോയിട്ട് വരാം. എന്നാ പിന്നെ ഞാനും വരാം. വേണമെന്നേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അല്ല, വണ്ടിയുണ്ടേ, നമുക്ക് പോയിട്ട് വരാന്നേ. വേണമെന്നില്ല, സുധീഷിന് പണിയുള്ളതല്ലേ. അയ്യേ, ഇതൊക്കെ എന്ത് പണി? ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാലോ. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എന്നൊരു കാര്യം ചെയ്യും, തുടങ്ങി വെച്ച പണി ആദ്യം തീർക്കും, എന്നിട്ട് പോ. ഇതോ? അത് തീരട്ടെ. തുടങ്ങിക്കോളൂ. ചെയ്യാല്ലേ? പിന്നെ നല്ലതല്ലേ. ഫോണിങ് തന്നാലും ചെയ്തോളൂ. ചെയ്യാം. ചെയ്തു. ഏത് നേരത്താണെന്ന് ഇത്രയും ചവറ് വരിടാൻ തോന്നിയത്? ഇനി പഴയ പോലെ തന്നെ ഇതിലാക്കിക്കോ. പുറത്തേക്ക് കളയാനായിട്ട് അടിച്ചുകൂട്ടി ഇതിൽ കോരി വെച്ചിരുന്നാണല്ലോ ഇതൊക്കെ. തിരിച്ച് ഇതിലേക്ക് തന്നെ കോരിയിട്ട് കൊണ്ടേ കളഞ്ഞോളൂ. അങ്ങനെയായിരുന്നു അല്ലേ? അതെ, അതങ്ങനെയായിരുന്നു. കൊണ്ടേ കളഞ്ഞു. എന്നാ ഞാനിത് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വരാം. എന്നെ ആകെ വിയർപ്പ് നിറ. ആയിക്കോട്ടെ. മതി ഇതൊക്കെ. ഈ ആധാർ കാർഡ് ഇല്ലാതെ എത്രമാത്രം കഷ്ടപ്പെട്ടു അല്ലേ? ഹോസ്റ്റൽ അഡ്മിഷൻ, ഡിവോഴ്സിന്, അങ്ങനെ എല്ലാത്തിനും ആധാർ കാർഡ് വേണം. ID കാർഡ് ഇല്ലെങ്കിൽ മനുഷ്യനാണ് എന്നതിന് പോലും തെളിവില്ലാന്നായി. സർക്കാരിന് ID വേണ്ടത്. മനുഷ്യർക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ ID ഒന്നും വേണ്ട. സ്നേഹം മാത്രം മതി. സ്നേഹിച്ചാൽ ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടില്ലല്ലോ. സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സിന്റെ ആവശ്യം. ഹലോ, സ്നേഹം എന്ന് പറയണതേ അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. അത് ഉള്ളിന്ന് തോന്നേണ്ട ഒന്നാ. അതല്ലെങ്കിൽ ഡിവോഴ്സ് തന്നെയാ നല്ലത്. അത് ശരിയാ. പിന്നെ സർക്കാർ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന രേഖകൾ തന്നെ കയ്യിൽ വേണം. അല്ലാതെ സർക്കാരെ എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് എന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് പരിഗണിക്കണേ എന്നൊന്നും പറയാൻ പറ്റില്ല. സമ്മതിച്ചു. അതാണ്, ആധാർ കാർഡ് കിട്ടിയാ പിന്നെ ആദ്യം താമസിക്കാൻ ഒരിടം കണ്ടെത്താലോ. ഓഹോ, അപ്പൊ അതാണ് ലക്ഷ്യമല്ലേ? എന്തായാലും വേണ്ടതല്ലേ. പിന്നെ സുഭാഷ് ചേട്ടനോടും നികേഷിനോടൊക്കെ വീട് വിട്ട് പോകില്ലെന്ന് വാക്കുകൊടുത്ത്. സുഭാഷ് ചേട്ടന്റെ കല്യാണം വരെ നിൽക്കാന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പോകുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പൊ ഞാൻ ഇറങ്ങിയാല് അത് വീണ്ടും പ്രശ്നമെന്ന് അറിയാവുന്നതുകൊണ്ടാ അങ്ങനെ തീരുമാനിച്ചത്. പ്രശ്നം? സ്ത്രീകൾ വാഴാത്ത വീടെന്ന പേര് ദോഷം ഇനിയും വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് ശേഷം പോയാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. ശരി, നമുക്ക് നോക്കാം. ആദ്യം സുഭാഷിന്റെ കല്യാണം നടക്കട്ടെ. അതിനു മുമ്പ് ഡിവോഴ്സ് രേഖയാക്കി വെക്കണം. അതിന് സുഭാഷ് ചേട്ടന്റെ കല്യാണം വരെ കാത്തിരിക്കണ്ടല്ലോ. ആധാർ കിട്ടിയാൽ വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം. ഡിവോഴ്സ് കിട്ടിയാൽ സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയുന്നതോടെ സുധീഷിനൊരു വിവാഹം ആലോചിക്കാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഹസ്ബൻഡ് വക്കീല. അവൾ ഇക്കാര്യത്തെ പറ്റി ഹസ്ബൻഡിനോട് സംസാരിച്ചു. അന്ന് പോലീസ് ഇടപെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു. പോലീസിനൊന്നും ഈ വിഷയത്തിൽ ഒരു കാര്യമില്ലെന്നാ അവള് പറഞ്ഞത്. പിന്നെ പൊതുവെ ഡിവോഴ്സ് ചെയ്യാന്ന് പറയുമ്പോ അത് ആണുങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന് ആളുകൾ വിചാരിക്കുക. സുധീഷിനെ അന്വേഷിക്കുന്ന പെൺകുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചോളാം. എന്നെ സഹായിക്കാൻ വന്നിട്ട് പെട്ടുപോയ ആളാന്ന് ഞാൻ പറഞ്ഞോളാം. എന്താന്നും മിണ്ടായിരിക്കുന്നേ? സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ സുധീഷിന് ഒരു കല്യാണം ആലോചിക്കണം. എന്നാ പിന്നെ അതോടങ്ങ് നടത്തിട്ട് പോയ പോരായിരുന്നു. നാട്ടിൽ നിന്ന് ഇവിടേക്ക് രാത്രി ഓടി പോകുന്നതേ ഞങ്ങളുടെ കല്യാണം നടത്താനാണല്ലോ. എന്നൊരു കാര്യം ചെയ്യും, ഹരീഷിനെയും നികേഷിനെയും കൂടി കല്യാണം നടത്തിട്ട് പോക്കും. അതാകുമ്പോ പിന്നെ ഇയാൾ ആരാണെന്ന് ചോദിക്കുമ്പോഴേ വീട്ടിൽ പുതിയ ജോലിക്ക് വെച്ചേക്കണ ബ്രോക്കറാണെന്ന് പറയാലോ. എന്തിനെങ്കിലും ചൂടാവുന്നേ? അല്ലാതെ ഇടോ, ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് പോലും ഇപ്പൊ മറന്നു മട്ടാണല്ലോ. ജോലി വേണം, പഠിക്കണം, അതൊക്കെ വിട്ടിട്ട് ചേട്ടന്റെ എന്റെയും കല്യാണമാണ് ഇവിടുത്തെ പ്രശ്നം. ഹലോ, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുഭാഷ് ചേട്ടന്റെ കല്യാണം എന്റെ ഒരു കടപ്പാടാണ്. എനിക്ക് അഭയം തന്ന വീടിനോട് ഞാൻ ചെയ്യുന്ന കടപ്പാട്. നിങ്ങളുടെ കല്യാണം എന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ് നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി. അതിന്റെ കൂടെ ജോലിയും പഠിപ്പൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം. ജനസേവന കേന്ദ്രത്തിൽ ഇറങ്ങാം. എന്താ വേണ്ടത്? എന്റെ ആധാർ കാർഡ് മിസ്സായി. നമ്പർ ഉണ്ട്, അത് വെച്ച് കാർഡ് എടുക്കാൻ പറ്റുമോ? പറ്റൂല. നമ്പർ പറയാം, ഫോണിന്റെ കയ്യില്. ഇപ്പൊ ഒരു OTP വരും, അത് പറഞ്ഞോളൂ. OTPയോ? അതെ. നമ്പർ തന്നല്ലേ, അതുപോലെ? അതുപോലെ ആധാർ വെരിഫിക്കേഷനുമായിട്ട് ഒരു OTP രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരും, അതോടെ പറയണം. എന്നാലേ പറ്റൂ. ആധാർ എടുത്ത സമയത്ത് ഒരു നമ്പർ കൊടുത്തില്ലേ, അതിലാണ് OTP വരുന്നത്, അത് പറഞ്ഞാൽ ആധാർ എടുക്കാൻ എന്തൊരു തിരക്കായിരുന്നു. എന്നിട്ട് ഉടനെ ഡിവോഴ്സ് വേണോ അല്ലേ? ദൈവം എന്റെ കൂടെയാണ് നിധി. നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. അത് ആ നമ്പർ കയ്യിലില്ല. എന്നാൽ പിന്നെ അതുമായിട്ട് വന്നാൽ മതി. ശരിയാണ്. നടക്ക്. അരുണേട്ടൻ ഓഫീസിൽ പോയില്ലേ? പോയി. പക്ഷേ നിന്നെ ഇപ്പൊ തന്നെ വന്ന് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എന്തിനാ? നിന്റെ ഫോൺ നോക്കട്ടെ. ഏത് നമ്പറാ? അത് കണ്ടിട്ട് ഒരു ആധാർ നമ്പർ പോലെ ഉണ്ടല്ലോ. അമ്മയുടെ മുറി കയറി ആധാർ കാർഡ് എടുത്ത് നമ്പർ പകർത്തി വെച്ച് അയച്ചപ്പോ നാത്തൂൻ ഹാപ്പി ആയോ? അത് എനിക്കോ എന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇല്ലാത്ത സ്നേഹം അവളോട് നിനക്കെന്തിനടി? ഈ വീട്ടിൽ നിന്ന് അവക്കൊരു സാധനം അയച്ചു പോരുന്നത് നിന്നോട് എത്ര അവളെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നീ അവളെ സഹായിക്കാൻ പോയാ അതിനെന്താടി അർത്ഥം? എന്നെ നിനക്കറിയാലോ. ഇനി നീ അവളെ സഹായിക്കാൻ പോയാ
അതോടെ തീരുമല്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അവളോടുള്ള നിന്റെ സ്നേഹം ഇതോടുകൂടി നിർത്തിയേക്ക്. ഇല്ലെങ്കിൽ മോളെ ഇവിടെ വിട്ട് നിനക്ക് നിന്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും എന്നേക്കുമായിട്ട്. മനസ്സിലായി? എന്നെ ചതിക്കുന്ന ഒരു ബന്ധം എനിക്ക് വേണ്ട. അത് പെങ്ങളായാലും ഭാര്യ ആയാലും. നീ വീട്ടിൽ നിന്ന് പോലുള്ള സഹായം ചെയ്തു കൊടുത്തത് നീയാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെ ഈ പറയുന്ന? അവൾക്ക് ജോലിക്ക് വേണ്ടിയാ അന്ന് സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. ജോലി ചെയ്ത് ജീവിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോ ഒന്ന് സഹായിച്ചാലൊന്ന് കരുതി. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടും ഞങ്ങൾ അറിയാതെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് എന്താടി അവകാശം? അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുറി കയറി രണ്ടുപേരും കൂടി അടക്കി പിടിച്ച് സംസാരമായിരുന്നല്ലോ. എങ്ങനെ ഒളിച്ചോടന്ന് പ്ലാൻ ചെയ്യായിരുന്നു രണ്ടുപേരും കൂടി? നിധിക്ക് സൂര്യ ചേരില്ലാന്ന് നീ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണല്ലോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കത് വിശ്വാസമില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ നീ അവളെ ഡ്രൈവറുടെ കൂടെയല്ലേ പറഞ്ഞത്? ഏതായാലും ഇത്തവണ അവളെ സഹായിച്ചു നീ കരുതണം. നീ അയച്ച നമ്പറിൽ 2 നമ്പർ ഞാൻ മാറ്റി. ഇത് പക്ഷെ നിനക്കുള്ള അവസാനത്തെ വാണിംഗ. ഇനി അവളെ ഏതെങ്കിലും വിധത്തിൽ നീ സഹായിച്ചു ഞാൻ അറിയും. അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കില്ല. ഫോണിലെ കയ്യില് ഓവ് ഇപ്പൊ ഒരു OTP വരും, അത് പറഞ്ഞു. എന്റെ നമ്പർ ഇപ്പോ വേറെ ആർക്കെങ്കിലും അലോട്ട് ചെയ്ത് കാണില്ലേ? ആ നമ്പറിലേക്ക് വിളിച്ച് അതിപ്പോ ഉപയോഗിക്കുന്ന ആളോട് ഹെൽപ്പ് ചോദിച്ചാലോ? എന്ത് ഹെൽപ്പ്? ഇത് എന്റെ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പർ ആണെന്നും അതെടുക്കാനായിട്ട് ഒരു OTP വരും, അത് പറഞ്ഞുതരുമെന്ന് പറയാം. അല്ല, ആ നമ്പർ വേറെ ആൾക്ക് അലോട്ട് ചെയ്യാനുള്ള സമയമായിട്ടില്ലെന്നേ. പിന്നെങ്ങനാ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ശരി, ഞാൻ വിളിച്ചോക്കാം. അതെന്തിനാ? ഞാൻ വിളിച്ചോളാം. അല്ല, ഞാൻ വിളിച്ച് സംസാരിക്കാന്നേ. ഏത് ടൈപ്പ് ആളുകളാണ് അതെന്ന് നമുക്കറിയില്ലല്ലോ. ഏത് ടൈപ്പ് ആയിരുന്നാലും എന്താ, ഞാൻ വിളിച്ചോ. ഈ ഇന്ത്യ തലത്തിലെ ഒരേ ഒരു അവകാശി മഹേന്ദ്രവർമ്മയാണ്. ഈ മഹേന്ദ്രവർമ്മ ഹലോ, ആരാ? എന്റെ പേര് നിധി. എന്താണോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ പണ്ട് എന്റെ ആയിരുന്നു. അതിന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം. ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിച്ചോണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? എന്ത് OTP ശരിയാനോ? പണ്ടൊക്കെ ഗുജറാത്തിൽ നിന്ന് ബീഹാറിൽ നിന്നായിരുന്നു തട്ടിപ്പോക്കെ. ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയോ? നീ ആരാടി? നീ എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ പോലീസ് അങ്ങോട്ട് വരാം. ഞാൻ സംസാരിക്കാം. നിനക്കൊക്കെ മാഞ്ഞിട്ട് ജോലി ചെയ്ത് ജീവിച്ചൂടെ? നീയൊക്കെ മനുഷ്യന്മാരെ പറ്റി ജീവിക്കാനാ? അതല്ല, ഞാൻ നീ ഒന്ന് പറയാനടി. നിങ്ങൾ സംസാരിച്ചോ. ഞാൻ പറഞ്ഞതല്ലേ. ഹലോ, നീ ആളാ? അല്ല, ഞാൻ എന്തൊരു പൊളിച്ചു തെളിയത്. ഞാനിതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല കേട്ടാ. അയ്യേ, കാതുവരെ പൊളിച്ചു. പിടിച്ചോ. പിന്നെ ഞാൻ കേട്ടിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ തന്നെ സംസാരിക്കാന്ന്. ഒരാളെ വിളിച്ച് ആദ്യമേ OTP വേണമെന്ന് പറഞ്ഞാൽ തേറി വിളിക്കാതിരിക്കോ? അതൊക്കാലത്ത് അല്ല, ഇയാൾക്ക് ബുദ്ധിയില്ലേ? 1000 തവണ മെസ്സേജ് വരുന്നില്ലേ ഫോണില്? OTP ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്ന്. മതി, ഇനി എന്നെ വഴക്ക് പറയണ്ട. ഇന്നത്തോടെ എല്ലാ പ്രശ്നവും തീരുന്നു വിചാരിച്ചതാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവസ്ഥ എന്തായിരുന്നു അത് തന്നെ ഇപ്പോഴും. എന്തൊരു കഷ്ടത്. നിധി, എടുത്തിയാ? എടുത്തോ. ഹലോ, സോറി, നിനക്ക് ഞാൻ അയച്ച ആധാർ നമ്പർ തെറ്റായിരുന്നു. ആധാർ നമ്പർ തെറ്റോ? അതെ, ഞാൻ നോക്കി ശരിക്കും എഴുതി വെച്ചതാ. പക്ഷെ ഞാനത് ചെയ്യുന്നത് കണ്ടിട്ട് നിന്റെ ചേട്ടൻ അതിലെ 2 നമ്പറുകൾ മാറ്റി എഴുതി. ഞാനത് അറിഞ്ഞിരുന്നില്ല. എടുത്തു വെച്ച ഒറിജിനല് പുള്ളി എടുത്ത് മാറ്റുകയും ചെയ്തു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതിന് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഇനി നിന്നെ സഹായിച്ച ഇവിടെ നിറക്കി വിടുന്ന ഭീഷണി. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എന്തുപറ്റി? ആ ആധാർ നമ്പർ എന്റെ അല്ലത്ര. എന്റെ ചേട്ടൻ അതിലെ 2 നമ്പർ മാറ്റി എഴുതിയെന്ന്. സോറി. റിവഞ്ചിന്റെ പേരിൽ ഇയാളുടെ ചേട്ടൻ ചെയ്ത തൊട്ടിത്തരം കേട്ടപ്പോഴേ അറിയാതെ ചിരിയൊന്നു പോയതാ. സോറി. ഒന്നും മിണ്ടാതിരിക്കാമോ? ആധാർ നമ്പർ എന്റെ അതല്ലെന്ന വിഷമത്തിലിരിക്കുമ്പോഴാ. എടോ, അത് ഒറിജിനൽ ആയിട്ട് കാര്യമൊന്നുമില്ല. നമ്പർ കയ്യിലില്ലല്ലോ. അയ്യോ, അന്നത് കളയണ്ടായിരുന്നു. എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് വിട്ടേക്ക്. നിങ്ങൾക്കത് പറയാം, സ്വന്തം കാര്യമല്ലല്ലോ. നിധിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആധാർ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് സംഘടിപ്പിച്ചാലോ? എങ്ങനെ? നമുക്ക് അന്വേഷിച്ച് നോക്കാന്നേ. ഒരു പുതിയ നമ്പർ എടുക്കാൻ വേണ്ടി നോക്കാം. ഒറിജിനൽ ആധാർ കാണാതെ പോയി, ഫോണും പോയി. അങ്ങനെയുള്ള ആൾക്കാർക്കും ആധാർ വേണമല്ലോ. അങ്ങനെ കേട്ടോ? നമുക്ക് ചോദിച്ചു നോക്കാന്നേ. തന്നെ ഇറങ്ങാം, നമുക്ക് ചോദിച്ചു നോക്കാം. സുഭാഷേട്ടയുടെ കസവും കൊണ്ടും ചന്ദന കളർ ഷർട്ടൊക്കെ ഇട്ട് തനി കല്യാണ ചെറുക്കനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സർ, ഒരു പുതിയ ആധാർ കാർഡ് എടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പറോ? അത് മിസ്സായി സർ. ആധാർ കാർഡ് മൊബൈൽ നമ്പർ ഒരുമിച്ച് മിസ്സായോ? അതെ. ഓക്കെ, റേഷൻ കാർഡ്, ഇലക്ഷൻ ID, അങ്ങനെ അഡ്രസ് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖയുണ്ടോ? ഇല്ല. അത് ശരി. ഫലത്തിൽ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഈ രാജ്യത്തെ പൗരനാണെന്നോ തെളിയിക്കുന്ന ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ ശരിയാവും? പോയ അഡ്രസ് പ്രൂഫ് ആയിട്ട് വാ, അപ്പൊ നോക്കാം. ഇനി ഒന്നും ട്രൈ ചെയ്യണ്ട. ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഒന്നും നടക്കാൻ പോകുന്നു. മരിക്കും വരെ ഒരു അടയാളം ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ ജീവിച്ചോളാം. സുഭാഷിനെ ഏതൊരു പെൺകുട്ടി ശരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നതാ. എന്താ ഏതാന്നൊക്കെ കേട്ടു നോക്ക്. സുഭാഷ് ചേട്ടന്റെ കല്യാണത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ? അന്ന് വന്നു പോയിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നാ പറഞ്ഞേ. ഇപ്പോ ചേട്ടൻ വന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാ സംസാരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നേ. സുഭാഷിന് കവിതയെ കെട്ടിച്ചു കൊടുക്കുന്നേ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ആ വീട്ടിലേക്ക് അയക്കില്ല.